ഹായ് ഹലോ നമസ്കാരം. മല്ലുമലയുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിൽവർ ബെല്ലി ഫിഷ് ഫ്രൈ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 3 ബെല്ലി ഫിഷ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ള മീനിനും കൂടെ നമുക്കിതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയിൽ ചാർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 14-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകമാണ്, പെരിഞ്ജീരകം അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്, 3 വറ്റൽമുളക് എന്നിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ്ടോ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാണ്ടോ മരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്ക് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീരും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളെല്ലാം കൂടെ നമുക്ക് ആ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാലക്കൂട്ട് കൊണ്ട് ഏത് മീനിനെ വേണമെങ്കിൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഈ മീനില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഏത് മീനാണോ അതിന് ഇതേപോലത്തെ ഈ രീതിയിൽ നിങ്ങൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് സിമ്പിൾ റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഓക്കെ, ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതാണ്ടോ നമ്മുടെ ഈ 3 മീനും നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം. മീനിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഓക്കെ, ഇതാണ്ടോ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ബാക്കിയുള്ള ഭാഗം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ്, അത് നമുക്ക് മേൽക്കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ നമ്മുടെ മറുഭാഗം കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഓക്കെ, ഇത് കണ്ടോ ഞാനൊരു മൺചട്ടിയിൽ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം, ഒരു നാടൻ ഫീലിന് വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്